ക്രിസ്ത്യാനികളെ ആക്ഷേപിച്ച് പറഞ്ഞിട്ട് അവരെ തോൽപ്പിക്കാൻ വേണ്ടി ബൈബിൾ വായിച്ചു. ഞാൻ തലവേദന മാറി ക്രിസ്ത്യാനിയായതല്ല, വയറ്റുവേദന മാറി ക്രിസ്ത്യാനിയതല്ല. അതുകൊണ്ട് ആവശ്യം എനിക്കില്ലായിരുന്നു. സമൂഹത്തിൽ അംഗീകാരം കിട്ടാനുമല്ല. എനിക്ക് പാർട്ടിയോട് നല്ല ബന്ധമുണ്ടായിരുന്നു, അവിടെ അറിയപ്പെടുന്ന ഒരു സഖാവായിരുന്നു ഞാൻ. പക്ഷെ ഒരു കാര്യം, ഞാൻ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചത് ഞാൻ വേണ്ടെന്ന് ഏതൊരു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞുവോ അവനോട് ആളറിയാതെ ഏറ്റുമുട്ടാൻ പോയതാണ്. ഞാൻ വിചാരിച്ച തച്ചന്റെ മകനല്ലേ, ആശാരിയുടെ മകനല്ലേ ഒരു കൈ നോക്കാമെന്ന്. അതുകൊണ്ട് ഈ തച്ചനോട് ഒരു കൈ ഏറ്റുമുട്ടാമെന്ന് പറഞ്ഞ് പോയതാണ്. യേശുയുടെ മകൻ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ ഇരിക്കുകയാണ് ക്രിസ്ത്യാനികളെ തോൽപ്പിക്കാൻ വേണ്ടി ബൈബിൾ വായിച്ചു. പക്ഷേ വായിച്ചപ്പോൾ ഓരോ പുസ്തകം വായിച്ചിട്ട് വിമർശനം ഞാൻ എഴുതി വെച്ചു. പക്ഷേ ഒടുവിൽ യോഹന്നാനിയുടെ സുവിശേഷത്തിന്റെ ആമുഖത്തിൽ വന്നു. ആ പ്രൗഢഗംഭീരമായ ആമുഖം എന്നെ പിടിച്ചു നിർത്തി. അതിൻ്റെ പ്രൗഢഗംഭീരമായ ആമുഖം വായിച്ചപ്പോൾ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ജഡമായി കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അതുവരെ ക്രിസ്തുവിനെ നിന്ദിച്ചും പരിഹസിച്ചും ഒക്കെ വന്ന് ഞാൻ ഇവൻ ഏതോ പ്രത്യേകതയുള്ളവനാണെന്ന് തിരിച്ചു മറിച്ച് യോഹന്നാന്റെ സുവിശേഷം വായിച്ചത് മാത്രമല്ല, അത് കാണാപ്പാഠമാക്കി. അവിടെയെല്ലാം ഞാൻ ആകുന്നു എന്നുള്ള അവകാശ പ്രഖ്യാപനം എൻ്റെ ശ്രദ്ധയിൽ മുഴങ്ങിക്കേട്ടു. ആ ക്രിസ്തുവിനെ വേണ്ട എന്ന് പറഞ്ഞ് ഒരിക്കൽ ഞാൻ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ നിർബന്ധമായി. ഞാൻ പറഞ്ഞു, യേശു ക്രിസ്തുവിനെ കപ്പലിൽ കയറ്റി കടൽ കടത്തുമെന്ന്. ഞാൻ യേശു ക്രിസ്തുവിനോട് തോറ്റ് പരാജയപ്പെട്ടതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, യേശു ക്രിസ്തു ഇന്ത്യക്ക് വേണ്ട. അവിടെ ഇരുന്നുകൊണ്ട് മറ്റൊരു ശബ്ദം, നീ പോയി പ്രസംഗിക്കുക എന്നെ. അതുകൊണ്ടാണ് പേര് മാറാതെ മതം മാറാതെ ഈ ക്രിസ്തുവിനെ ഞാൻ പ്രസംഗിക്കുന്നത്.